ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി പോയി കഴിയുമ്പോഴേക്കും അഞ്ജലി നമ്മുടെ അശ്വിനോട് പറയുന്നുണ്ട്, അവൾ ഇന്ന് വളരെ വിഷമത്തിലായിരുന്നു ശ്രുതി. ഞാൻ അവളുടെ കണ്ണുകളിൽ ആ വിഷമം കണ്ടു. അവൾക്കിനി വിവാഹത്തിന് സമ്മതമല്ലായിരിക്കോ, അതായിരിക്കും അവൾക്ക് ഇത്ര വിഷമം എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിനെ കുറിച്ച് ആലോചിക്കണം. അതിനുശേഷം അറിയാതെ അശ്വിന്റെ വായിൽ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്, ശ്രുതി കല്യാണത്തിന് സമ്മതം അല്ലെങ്കിൽ കല്യാണം കഴിക്കണത് എന്തിനാണ് എന്നറിയാതെ അശ്വിൻ പറഞ്ഞു പോവാട്ടെ. നീ എന്താ കുഞ്ഞെ ഇപ്പൊ പറഞ്ഞത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാം അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രുതി, സോറി, നാളെ എനിക്ക് ഒരുപാട് പണിയുണ്ട്, നാളെ തന്നെയായിട്ട് ഔട്ടിങ്ങിന് പോകാൻ പറ്റില്ല, നമുക്ക് മറ്റന്നാളത്തേക്ക് ആക്കിയാലോ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും തന്നെ മിണ്ടില്ല കേട്ടോ. അതെല്ലാം കേട്ടോണ്ട് തന്നെയാണ് ശ്രുതി ഇരിക്കുന്നത്. അതിനുശേഷം ശ്യാം പറഞ്ഞിട്ട്, ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രേസ്ലെറ്റ് ശ്രുതിയുടെ കൈകളിലേക്ക് ഇടുവാണ്. അതിനുശേഷം ശ്യാം അവിടെ നിന്ന് പോകുവാട്ടോ. പിറ്റേ ദിവസം ശ്രുതി അശ്വിന്റെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ലാവണ്യം അതുപോലെ തന്നെ അഞ്ജലിയും കൂടിയിട്ട് ഓരോരോ സാരികളൊക്കെ കാര്യങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് ശ്രുതി വരുന്നത്. ശ്രുതി വരുമ്പോഴേക്കും, ശ്രുതി വാ, ഇവിടെ വന്നിരിക്കുക എന്ന് പറയാണ്. പെട്ടെന്ന് അശ്വിൻ ശ്രുതിനെ കാണുന്നുണ്ട്. ശ്രുതിയുടെ കണ്ണുകളിൽ ഇതൊക്കെ നോക്കുവാണ്. അശ്വിനും മനസ്സിലാവുന്നുണ്ട്, അതെ, ശ്രുതി വളരെ വിഷമത്തിലാണ് എന്ന് അശ്വിനും മനസ്സിലാവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ അഞ്ജലി ചോദിക്കുന്നുണ്ട്, ശ്രുതി, ഇതിൽ ഏത് സാരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം? എനിക്കിന്ന് പുറത്തൊക്കെ പോകാനുണ്ട്, ഔട്ടിങ്ങിനെ. അദ്ദേഹം വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ പുറത്തൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങാനായിട്ടാണ്, ചുറ്റിക്കറങ്ങാനേ. എനിക്ക് നല്ലൊരു സാരി ഒന്ന് സെലക്ട് ചെയ്താ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി അതിലൊരു റെഡ് സാരി സെലക്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ റെഡ് സാരി കൊടുക്കുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിലെ ആ ഒരു കൈ ചെയിൻ ഉണ്ടല്ലോ, അതായത് ഇന്നലെ ശ്യാം ഇട്ട് കൊടുത്ത കൈ ചെയിൻ, ആ കൈ ചെയിൻ നമ്മുടെ അഞ്ജലിയുടെ സാരിയിൽ ഇങ്ങനെ കുടുങ്ങും. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആ കൈ ഇങ്ങനെ മാറ്റും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലാവണ്യ ചോദിക്കണ്ട്, ശ്രുതി, ഇത് പുതിയ കഴിച്ചാണല്ലോ, സിമ്പിളുമാണ്, നല്ല ഭംഗിയുണ്ട്, സത്യം പറ, ഇത് നിന്റെ കെട്ടാൻ പോകുന്ന ആള് ഇട്ട് തന്നതല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി പതുക്കെ തല ഇങ്ങനെ കുലുക്കുവാട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് അശ്വിൻ ഒരു മൂലക്ക് മാറി നിൽക്കണ്ടായിരുന്നു. അശ്വിനാണെങ്കിൽ ദേഷ്യം വന്നു കേട്ടോ, അയാൾ വാങ്ങിച്ചെന്ന കഴിച്ചതിനാണ് ശ്രുതി ഇട്ടേന്ന് കണ്ടപ്പോഴേക്കും. അതിനുശേഷം ലാവണ്യ പറഞ്ഞിട്ട്, അഞ്ജലി ചേച്ചി ഇത് കണ്ടോ, ഇവളുടെ ഇടത് കൈയിൽ അയാൾ മോതിരം ഇട്ടിട്ട് ഇടത് കൈ അയാൾ സ്വന്തമാക്കി, ഇപ്പൊ വലത് കൈയിൽ കൈച്ചേൻ ഇട്ടിട്ട് വലത് കൈയും സ്വന്തമാക്കി. അയാൾ ഭയങ്കര റൊമാൻസ് ആണല്ലോ ശ്രുതി, നിന്റെ ഭാഗ്യം എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് അശ്വിന്റെ കൈ ഇങ്ങനെ തരിക്കുവാട്ടോ. ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അഞ്ജലി മുകളിലേക്ക് പോകുമ്പോഴേക്കും ശ്രുതിയും പോവുകയാണ്. സാരികളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി അഞ്ജലിനെ സഹായിക്കുകയാണ് ശ്രുതി. ആ സമയത്ത് അഞ്ജലി ഫുള്ളും ശ്രുതിയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിക്കണോ വേണ്ടിയോ എന്ന സംശയത്തിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ശ്രുതി, ഞാൻ നിന്നോടൊരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോ. അത് നിന്നെ ഞാൻ എൻ്റെ കൂടപ്പിറപ്പായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ശരിക്കും നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ ശ്രുതി? അല്ല, നിന്റെ മുഖം കണ്ടിട്ട് നീ ഒട്ടും സന്തോഷമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു ശ്രുതി. വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് നിന്നെ കല്യാണം കഴിപ്പിക്കണത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടില്ല കേട്ടോ. ആ സമയത്ത് അഞ്ജലി വീണ്ടും ചോദിക്കണം, പറ ശ്രുതി, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കോ പെട്ടെന്ന് രാമേട്ടൻ വരുവാണ്. അഞ്ജലി കുഞ്ഞെ, ദേ മുത്തശ്ശി വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, ഞാൻ വരാം രാമേട്ട, ശ്രുതി നീയും വാ എന്ന് പറയാണ്. അതിനുശേഷം അഞ്ജലിയുടെ ഫോൺ ബെല്ലടിക്കുമ്പോഴേക്കും ശ്രുതി പറയും കേട്ടോ, അഞ്ജലി മാഡം ദേ ഫോൺ ബെല്ലടിക്കുന്നു, ശ്രുതി ആ ഫോൺ ഒന്ന് എടുക്കും, ഞാൻ ഇപ്പൊ വരാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഫോൺ എടുക്കുമ്പോഴേക്കും, അതായത് ഇത് ഇമ്പോർട്ടന്റ് സീനാണ് കേട്ടോ നാളത്തെ. ഫോൺ എടുത്ത് ശ്രുതി ചെവി വെക്കും. ഹലോ എന്നൊന്നും പറയില്ല, ചെവിയിൽ വെക്കുവാണ്. അപ്പോഴേക്കും ശ്യാം അപ്പുറത്തുനിന്ന് എടുത്ത വായിക്ക് പറഞ്ഞിട്ട്, ഹലോ രാജകുമാരി, എന്താണ്, പെട്ടെന്ന് റെഡി ആയിട്ടിരിക്കണം കേട്ടോ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ, ഇന്ന് കറങ്ങാനൊക്കെ പോവാ, നിനക്ക് വേണ്ട ഞാൻ ഇന്ന് ലീവ് എടുത്തത് തന്നെ, ഇന്ന് നമുക്ക് വൈകുന്നേരം ഫുള്ളും കറങ്ങണം എന്നൊക്കെ പറയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി, ഈ സംസാരം ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ഹലോ എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും അഞ്ജലി വരുന്നുണ്ട്. ആരാ ശ്രുതി? അറിയില്ല. ഇന്നത് വരെ ഫോൺ കൊടുക്കുകയാണ്. അഞ്ജലി, ഹലോ, ശ്യാമേട്ടാ പറ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഞാൻ റെഡിയാവാ, ആ ഫോൺ എടുത്തത് ശ്രുതിയാണെന്നേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാട്ടോ. ശ്രുതി അതിനുശേഷം ഇങ്ങനെ ആകെ ആലോചിക്കുകയാണ്, ഈ സംസാരം ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്, അതെ, ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ശ്രുതിയുടെ മനസ്സിൽ വല്ലാത്തൊരു സംശയം വന്ന് പതിക്കണ ദിവസമാണ് നാളെ. ശ്രുതി ആദ്യമായിട്ട് ശ്യാമിന്റെ കള്ളത്തരം കണ്ടുപിടിക്കുന്ന ഒരു ദിവസം നാളെയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ശ്രുതി അഞ്ജലിയുടെ കൂടെ പോണ സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ ആ കൈച്ചെയിൻ ഉണ്ടല്ലോ, അത് ചെറിയ ലൂസാണ് കേട്ടോ. ആ കൈച്ചെയിൻ അഴിഞ്ഞ് നിലത്തേക്ക് വീഴുമ്പോഴേക്കും അതെടുക്കണത് നമ്മുടെ അശ്വിനാണ് കേട്ടോ. അപ്പൊ അശ്വിൻ ഇങ്ങനെ ആ കഴിച്ചെടുത്ത് ഇങ്ങനെ പൊക്കി പിടിക്കുന്നുണ്ട്. അയ്യേ, ഇത് ഭയങ്കര കട്ടി കുറവാണല്ലോ, ഇതാണ് നിന്റെ പ്രതിസൂത വരൻ നിനക്ക് മേടിച്ചിരുന്ന കഴിച്ചൻ, അയാൾക്ക് കുറച്ച് കട്ടിയുള്ള കഴിച്ചൻ മേടിച്ചെന്നുണ്ട്, ഇത് ഭയങ്കര ചീപ്പാണല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ദേ നിങ്ങൾ അദ്ദേഹത്തിന് ഒന്നും പറയേണ്ട കാര്യമില്ല, സാറിന് എന്റെ കാര്യത്തിൽ ഓരോന്ന് അഭിപ്രായം പറയണതെന്ന് പറയുമ്പോൾ, എല്ലാ ചീപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാലേ ഭാവിയിൽ വളരെയധികം ദോഷം ഉണ്ടാകും എന്നൊക്കെ പറയണ, നിനക്ക് വളരെ പണക്കാരനെ കല്യാണം കഴിക്കണം എന്നല്ല ആഗ്രഹം, സാർ പണോ ഒരു കാര്യം എന്ന് പറയുമ്പോഴേക്കും, സാറിന് ഒരുപാട് പണം ഉണ്ട്, സാറിന്റെ മുഖത്തും വലിയ സന്തോഷമൊന്നുമില്ലല്ലോ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും അശ്വിനെ വരത്ത് നാണക്കേട് തോന്നുന്നു കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോണത്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.